ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൊക്ബി മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ RBE റെവല്യൂഷൻ ശുഭൻ ജെയിൻ സാറിൻ്റെ 9 to 11 നമ്മുടെ CGL മെയിൻസിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. ഇനി ലാസ്റ്റ് 15 മുതൽ 30 വരെയുള്ള ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ RBE റെവല്യൂഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ നമ്മുടെ അടുത്ത സെറ്റ് സൊല്യൂഷൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ, 16th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക് SSC ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഠിച്ചിരിക്കണം എല്ലാവരും ഇതും. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ കയ്യിലൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റ് ഏതെങ്കിലും ഒരു പുറത്തു നിന്നുള്ള ഒരു പോയിന്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ആ സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കുന്നു. ടാൻജൻറ്റ് എന്ന് പറയുമ്പം അതേ പോയിന്റിൽ നിന്ന് 2 ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയായിട്ട് വരും. ഇനി എന്ത് ചെയ്തു, ഏതൊക്കെ പോയിന്റിലാണ് വരച്ചത്? എയിലും ബിയിലുമാണ് ഞാൻ വരച്ചത്. സെൻറ്റർ O ആണെന്ന് പറയുന്നുണ്ട്. ഇത് O ആണ്. അതിൻ്റെ റേഡിയസ് 6 യൂണിറ്റ് ആണ്. ഈ ടാൻജൻറ്റും ഇതെത്ര ആയിരിക്കും? 6 ആയിരിക്കും അല്ലേ? ഇത് നമ്മുടെ സെൻറ്റർ ആണ്, ഇത് ടാൻജൻറ്റിൻ്റെ ആ പോയിന്റ് ആണ്, 6 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. Pയും Oയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസും കൂടി അവർ തരുന്നുണ്ട്. എത്രയാണെന്ന്? 10 യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഏരിയ കണ്ടുപിടിക്കണം. ഈ ക്വാഡ്രിലാറ്ററൽ ഉണ്ടായല്ലോ, വലിയൊരു ക്വാഡ്രിലാറ്ററൽ, ഏത് BOAP എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ക്വാഡ്രിലാറ്ററലിനെ 2 ട്രയാങ്കിളായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്ത് കാണുമ്പോൾ തന്നെ അറിയാം 2 ട്രയാങ്കിൾ ഉണ്ട് അവിടെ അല്ലേ. നമുക്കറിയാം എന്ത്, ഈ റേഡിയസും സർക്കിളിൻ്റെ സെൻറ്റർ, ഈ റേഡിയസും ടാൻജൻറ്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കിട്ടിയിരിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ അങ്ങനത്തെ 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 ഞാൻ ചെയ്യണം അല്ലേ. അപ്പോഴല്ലേ എനിക്ക് ടോട്ടൽ ക്വാഡ്രിലാറ്ററൽ ആവുള്ളൂ. അപ്പോൾ ഈ 2 ക്യാൻസലായി. ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ നമ്മുടെ ഏരിയ ആയി. ബേസ് ഏതാണ്? 6 ഇൻറ്റു 10 എന്ന് വരും. അല്ല സോറി, 10 അല്ല, 10 എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ബേസ് കിട്ടണം, ഹൈറ്റ് എനിക്ക് 6 ആണ്. അതായത് അത് നമുക്കറിയാം എന്താണ്, 3, 4, 5 ട്രയാങ്കിൾ ആണത്. 3:4:5 എന്ന് പറയുന്ന പൈതഗോറിയൻ ട്രിപ്ലറ്റാണ്. അപ്പോൾ 3ൻ്റെ ഇരട്ടി 6 അവിടെ കാണാൻ പറ്റുന്നുണ്ട്, 5ൻ്റെ ഇരട്ടി 10 അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മറ്റേ വശം എന്തായിരിക്കും? 4ൻ്റെ ഇരട്ടി 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഇത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആണെങ്കിൽ ബേസിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 6 × 8 48 ആയിരിക്കും. ഓപ്ഷൻ സി 48 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം നമുക്ക്. 17th ക്വസ്റ്റ്യൻ. വർക്കർ എക്സ് ക്യാൻ ഡു, അതായത് എക്സ് ചെയ്യുന്ന അതേ സമയത്തിൽ തന്നെ വൈയും സെഡും കൂടെ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. അതായത് എക്സിൻ്റെ എഫിഷ്യൻസി തന്നെയായിരിക്കും Y + Z എഫിഷ്യൻസി. അതുകൊണ്ടാണല്ലോ അവർ ഒരുമിച്ച് ഒരേ സമയത്ത് ചെയ്തു തീർക്കുന്നത്. അടുത്തത് പറയുന്നത് എക്സിനും വൈക്കും കൂടെ ഒരു ജോലി ചെയ്യാൻ, X + Y ഒരു ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കും. നെക്സ്റ്റ് Y ഒറ്റയ്ക്കാണെങ്കിൽ അത് 30 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ Z ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ LCM 60 ആയിരിക്കും. എന്ത്? എൻ്റെ ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫിഷ്യൻസി 5 ആയിരിക്കും. ഇവിടുത്തെ എഫിഷ്യൻസി എന്താ? 60/30 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. അപ്പോൾ നോക്കടാ, വൈയുടെ എഫിഷ്യൻസി 2 ആണ്, എക്സും വൈയും കൂടി ചേരുമ്പോൾ 5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ എഫിഷ്യൻസി എന്താ? എക്സും വൈയും കൂടി ചേരുമ്പോൾ 5 ആണ്, വൈയുടെ എഫിഷ്യൻസി 2 ആണ്. അപ്പോൾ എക്സിൻ്റെ എന്താ? 5 - 2 3 ആയിരിക്കും എക്സിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ എനിക്ക് ആദ്യം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരാം. എക്സിൻ്റെ എഫിഷ്യൻസി എന്തിനോട് തുല്യമാണ്? വൈയുടെയും സെഡിൻ്റെയും എഫിഷ്യൻസിയുടെ സമ്മിനോട് തുല്യമാണ്. എക്സിൻ്റെ എഫിഷ്യൻസി 3 ആണെന്ന് കിട്ടി. 3 = വൈയുടെ എഫിഷ്യൻസി 2 ആണെന്ന് എനിക്കറിയാം. 2 + Z, അതായത് സെഡിൻ്റെ എഫിഷ്യൻസി എന്താ? 1 ആയിരിക്കും. സെഡിൻ്റെ എഫിഷ്യൻസി 1 ആയിരിക്കും. അപ്പോൾ Z ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? Z 60 യൂണിറ്റ് വർക്ക് ഒരു എഫിഷ്യൻസിയിൽ, സെഡിൻ്റെ എഫിഷ്യൻസി 1 യൂണിറ്റ്, എത്ര ദിവസം എടുക്കും? 60 ഡേയ്സ്. അഥവാ ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിക്കുക, 18th ക്വസ്റ്റ്യൻ നമ്മുടെ ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. B + 1/B + 1 4. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സംഭവം ചോദിച്ചിരിക്കണ പോലെ തോന്നുമെങ്കിലും ഇത്രയേ ഉള്ളൂ. ചോദിച്ചിരിക്കുന്നതിൽ ഇവിടെയും B + 1 ആണ്, ഇവിടെയും B + 1 ആണ്. തന്നിരിക്കുന്ന ഡാറ്റയിൽ ഇവിടെ Bയും അടിയിൽ B + 1 ആണ്. അപ്പോൾ എനിക്ക് ഇതിനെയും കൂടി B + 1 ആക്കാൻ എന്ത് ചെയ്യണം? ഒരു +1 ഞാൻ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ആഡ് ചെയ്താലും അത് ഞാൻ അവിടെയും ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. B + 1 ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യണം, ഒരു 1. ബാക്കിയുള്ളതിന് അതുപോലെ തന്നെ എഴുതുന്നു. +B + 1 which is equal to 4 + 1. ലെഫ്റ്റിൽ ഒരു സാധനം ആഡ് ചെയ്താൽ റൈറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയായി നോക്കിക്കേ? B + 1 + 1/B + 1 which is equal to 5 എന്നായല്ലോ. അപ്പോൾ ഇനി ഈ B + 1 ഞാൻ ഇനി ചെയ്യാൻ എളുപ്പത്തിന് X എന്ന് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? X + 1/X is equal to 5 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സിൻ്റെ ക്യൂബ് + 1/x³ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
അല്ലേ? എക്സ് ബി പ്ലസ് 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് പ്ലസ് 1/x തന്നിട്ട് എക്സ് ക്യൂബ് പ്ലസ് 1/x³ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ ക്യൂബ് എടുത്തിട്ട് -3n ചെയ്യണം. അതായത് ഇത്രയേ ഉള്ളൂ. ഇത് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x³ പ്ലസ് 1/x³ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ ക്യൂബ് എടുക്കുക, n³ - 3n ചെയ്യേണ്ട വരും. അപ്പോൾ 5 ആണ്. അപ്പോൾ 5ൻ്റെ ക്യൂബ് -3 × n എന്ന് പറയുമ്പോൾ 5. അതായത് 125 - 15 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 110 ആൻസർ കിട്ടി. ഓപ്ഷൻ എ. അടുത്ത ദിവസം നോക്കാം. നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ സ്മാർട്ട് ഫോൺ. ആദ്യം 20% ഇൻക്രീസ് ചെയ്തു, എന്നിട്ട് 20% ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഒരേ വാല്യൂ ഇൻക്രീസ് ചെയ്തു ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴേലും X% ഇൻക്രീസ് ചെയ്തു എന്നിട്ട് അതിനെ X% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഡിക്രീസ് ആയിരിക്കും, എപ്പോഴും വില കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? ഈ -X² കുറവായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ 20 എന്ന് വന്നിരിക്കുന്നത്. 20 എന്ന് പറയുമ്പം 20 × 20 / 100 എന്ന് പറയുമ്പോൾ എത്രയാ? 4 അല്ലേ? 4. ഇനി എന്താ? എപ്പോഴും മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത് ഡിക്രീസ് ചെയ്തു എന്നാ. എപ്പോഴും 4% വാല്യൂ ഡിക്രീസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 100 അതിൻ്റെ വില എന്ന് വിചാരിക്കുക. ആദ്യം അതിന് 20 കൂട്ടി എന്ന് പറയുമ്പോൾ 120 ആയി. ഇനി എന്ത് ചെയ്തു? ഇതിൽ 20 കുറച്ചു എന്ന് പറയുമ്പോൾ 20 എന്ന് പറഞ്ഞാൽ 1/5 5 വിലയെങ്കിൽ 1 കുറച്ച് 4 ആക്കി. അപ്പം 4/5 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 24 എന്ന് വരും. അപ്പോൾ 96 എനിക്ക് ഫൈനൽ വാല്യൂ കിട്ടി. അപ്പോൾ 100 അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇപ്പം അതിൻ്റെ വില 96. അതായത് എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു? 100 - 96 ചെയ്യ്, 4% കുറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, എക്സ് കൂടിയിട്ട് എക്സ് കുറച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും -X² ആയിരിക്കും അവിടെ വരുന്ന ചേഞ്ച്. എപ്പോഴും അവിടെ കുറവേ സംഭവിക്കുകയുള്ളൂ. അടുത്ത ദിവസം നോക്കിക്കേ. 2x ഞാൻ നേരെ വൃത്തിയിൽ എഴുതരാം. 2x⁴ -3x³ പ്ലസ് 5x - 2 ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ശിഷ്ടം റിമൈൻഡർ ആണ് ചോദിക്കണേ. അപ്പോൾ ഇങ്ങനെ ശിഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ x-2 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ x-2 = 0 എന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യുക. അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നത് നിങ്ങൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 2 ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുമോ അതായിരിക്കും നിങ്ങളുടെ ശിഷ്ടം. അത്രയും ചെയ്താൽ മതി. അപ്പോൾ 2 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2 × x⁴ എന്ന് പറയുമ്പോൾ 2⁴ -3 × 2³ പ്ലസ് 5 × 2 -2. അതായത് 2⁵ എന്ന് വന്നു. അപ്പോൾ എത്ര എന്ന് വന്നു? 32 അല്ലേ? 32 - 8 3 24 പ്ലസ് 2 × 5 10 - 2. അതായത് എത്ര എന്ന് വന്നു? 32ഉം 24ഉം പോകുമ്പോൾ എത്ര എന്ന് വന്നു? 8. 18 ൽ നിന്ന് 2 പോയാൽ 16. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ദിവസം നോക്കിക്കേ. ഒരു കാറ് കവേഴ്സ് ഫസ്റ്റ് ആദ്യത്തെ പാട്ട് 30 മിനിറ്റിൽ 60 km/h സ്പീഡിൽ പോകുന്നു. അടുത്തത് 20 മിനിറ്റിൽ 50 km/h സ്പീഡിൽ പോകുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് = സ്പീഡ് × ടൈം ആണെന്ന് നമുക്കറിയാം. ആദ്യത്തെ പാട്ടിൽ ഫസ്റ്റ് പാട്ടിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഫസ്റ്റ് പാട്ടിൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തിട്ടുണ്ടായിരുന്നു? 30 മിനിറ്റ്. അപ്പം 30/60 എന്ന് എടുത്തു. കാരണം മറ്റത് ക്വസ്റ്റ്യനിലെല്ലാം കിലോമീറ്റർ ആണ്. km/h സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റുക. അപ്പോൾ സ്പീഡ് എത്രയാണ്? 60 ആണ്. അപ്പോൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും? 30 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇനി സെക്കൻഡ് പാട്ടിൽ ഇതിപ്പോൾ ഫസ്റ്റ് പാട്ട് എഴുതി വെച്ചത്. സെക്കൻഡ് പാട്ടിൽ നോക്കിക്കേ. റിമൈനിങ് പാട്ട് 20 മിനിറ്റിലാണ്. അപ്പോൾ 20/60 × എത്ര സ്പീഡിൽ? 50 സ്പീഡിൽ. അപ്പോൾ ഇത് 3 എന്ന് വന്നു. 50/3 എന്ന് വന്നു. 50/3 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ആദ്യം ഒരു 30 പിന്നെ ഒരു 50/3. 50/3 എന്ന് വരുമ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്ര എന്ന് വരും? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. 90ഉം 140/3 എന്ന് എഴുതാമല്ലോ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ = 4 തവണ 12 20 6 തവണ 46 സംതിങ് 2/3. 46 2/3 കിലോമീറ്റർ എന്ന ആൻസർ കിട്ടി. ഓക്കെ. അടുത്ത ദിവസം 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഫണൽ ഉണ്ട്. ഇസ് പെർഫെക്റ്റ്ലി ഫിറ്റഡ് ഇൻസൈഡ് എ സിലിണ്ടറിക്കൽ കപ്പ്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് എൻ്റെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഞാനൊരു കോണിക്കൽ ഷേപ്പിലുള്ള കപ്പിനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ? ഞാൻ വേറെ കളർ എടുത്ത് കാണിക്കുവാണെങ്കിൽ
ഇതാണ് ഈ വെള്ളം കൊണ്ട് ഞാൻ വരയ്ക്കുന്നതാണ് എൻ്റെ കോണെന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു കോൺ ഞാൻ ഇറക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ റേഡിയസും രണ്ടുപേരുടെയും തുല്യമാണ്, ഹൈറ്റും രണ്ടുപേരുടെയും തുല്യമാണ്. അപ്പോൾ റേഡിയസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് 6 ഹൈറ്റ് 15. അപ്പോൾ നമുക്ക് അറിയാം ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചുള്ളൂ. വളരെ എളുപ്പമാണ് അല്ലേ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് കോണിൻ്റെ വോളിയം ഈസ് ടു സിലിണ്ടേഴ്സ് വോളിയം. അപ്പോൾ കോണിൻ്റെ വോളിയം എത്ര ആയിരിക്കും? ആക്ച്വലി ഒരു സിലിണ്ടറിനെ 3 മുറിക്കുമ്പോഴാണ് നമുക്ക് കോണ് കിട്ടുന്നത് തന്നെ അല്ലേ? കോണിൻ്റെ ഫോർമുല എന്താ? വോളിയത്തിൻ്റെ 1/3 πr² ഈസ് ടു സിലിണ്ടറിൻ്റെ വോളിയം എന്താ? πr². ഇതിൽ റേഡിയസും ഹൈറ്റും രണ്ടുപേരുടെയും തുല്യമാണ്. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻറ്റ് കട്ട് ചെയ്ത് പോയി. അപ്പോൾ 1:3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു സിലിണ്ടറിനെ എപ്പോഴും 3 ഭാഗിക്കുമ്പോൾ നമുക്ക് 3 കോണ് കിട്ടും. ഏതൊക്കെയാ കോണ്? ചിത്രത്തിൽ നോക്കിക്കേ, പിക്ചറിൽ ഇത് ഫസ്റ്റ് കോൺ തലതിരിഞ്ഞിരിക്കുകയാണ്, ഇത് സെക്കൻഡ് കോൺ, ഇത് തേർഡ് കോൺ. മനസ്സിലായി? അതുകൊണ്ടാണ് സിലിണ്ടറിൻ്റെ വോളിയം πr²h /3 ആണ് നമ്മൾ കോണിൻ്റെ വോളിയം ആക്കി എടുക്കുന്നത് എപ്പോഴും. അടുത്ത ദിവസം നോക്കാം. നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എടുക്കണം. ഈ തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ്. ഏതൊക്കെ തമ്മിൽ? 16ഉം 11ഉമായിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 16 ഡിവിസിബിലിറ്റി റൂൾ നോക്കുകയാണെങ്കിൽ 16 എന്ന് പറയുമ്പോൾ 4 കൊണ്ടും 16ൽ എന്തൊക്കെയുണ്ട്? 2 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? ഫാക്ടർ എഴുതുമ്പോൾ 2, 8, 4 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിവിസിബിൾ ആയിരിക്കണം. 4 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, 8 കൊണ്ടും 2 കൊണ്ടും ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 2 അറിയാത്ത നമ്പർ ഉണ്ട്, എക്സും വൈയും. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് നമുക്കറിയാം 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 2 അക്കങ്ങൾ 4ഉമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ 2 അക്കം എന്ന് പറയുന്നത് 0y എന്നാ. 0y 4 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ വൈയുടെ വാല്യൂ എന്തൊക്കെയാവാം? വൈയുടെ വാല്യൂ ഒന്നുകിൽ 0 ആകാം, അല്ലെങ്കിൽ 4 ആകാം, അല്ലെങ്കിലോ 8 ആവണം അല്ലേ? അപ്പോഴല്ലേ 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇതൊക്കെയാണ് വൈക്ക് സാറ്റിസ്ഫൈ ആവുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 8 കൊണ്ടും ഇപ്പോൾ 0, 4, 10 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഓൾറെഡി ഡിവിസിബിൾ ആയിരിക്കും അല്ലേ? 4 കൊണ്ടും ഡിവിസിബിൾ ആണ്. ഇനി 8 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്താ പ്രത്യേകത? അവസാനത്തെ 3 അക്കങ്ങൾ 8ഉമായിട്ട് ഡിവിസിബിൾ ആവണം. 3 അക്കം എന്ന് പറയുമ്പോൾ 10y ആണ്. അപ്പോൾ 10y എന്ന് പറയുമ്പം 2 കൊണ്ട് ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു തവണ പോവും, 2 ശിഷ്ടം വരും, 2 പ്ലസ് ആ വൈയുടെ വാല്യൂ. അപ്പോൾ 2 0 എന്ന് ഞാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ, ഫസ്റ്റ് നമ്പർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ 20 എന്ന് പറയുന്ന നമ്പർ 8ഉമായിട്ട് ഡിവിസിബിൾ ആവില്ല. അപ്പോൾ 0 അല്ല എന്ന് മനസ്സിലായി. ഇനി 2, 4 എന്നിട്ട് കൊടുത്താൽ 8ഉമായിട്ട് ഡിവിസിബിൾ ആണോ? ആണ്. ഇനിയോ 2, 8 എന്നിട്ട് കൊടുത്താൽ അത് 8ഉമായിട്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഫിക്സ് ചെയ്യാം, വൈയുടെ വാല്യൂ 4 ആണ്. വൈയുടെ വാല്യൂ 4 ആണെന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പം 4, 1, x 3, 1, 0, 4 ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്പർ. അപ്പോൾ ഓഡ് പ്ലേസിലുള്ളതിൻ്റെ സമ്മ് പ്ലസ് ഈവൻ നമ്പേഴ്സിൻ്റെ പ്ലസ് അല്ല, ഓഡ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സമ്മും ഈവൻ പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സമ്മും തുല്യമായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് എപ്പോഴും 0യോ 11ഓ 11ൻ്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 + x + 1 + 4 മൈനസ് 1 + 3 + 0 എന്ന് പറയുന്നത് 0യോ അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. 11 ഇട്ട് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 0 നിങ്ങൾ നോക്കുക, നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ 11 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 4, 4, 8, 1 9 എന്ന് വരും. 9 + x മൈനസ് ഇവിടെ എന്താ തോന്നുന്നു 3, 4 എന്ന് വന്നു 11. അതായത് x + y 5ൻ്റെ വാല്യൂ 11, എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വന്നു 6 എന്ന് എനിക്ക് ആൻസർ കിട്ടി. ഇനി സപ്പോസ് നിങ്ങളിവിടെ 0 ആണ് ഇട്ട് കൊടുക്കണമെങ്കിൽ മൈനസ് വാല്യൂ വരും അല്ലേ? അതായത് എങ്ങനെയാണെന്ന് വരും? x + 5 = 0 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -5 തോന്നും. അപ്പോൾ മൈനസ് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ആ കിട്ടിയ വാല്യൂവിനോട് 11 കൂട്ടിയാൽ മതി. -5 കൂട്ടണം 11 നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ വാല്യൂ 6 എന്ന് കിട്ടിക്കോളും. അപ്പോൾ ഏതാ? എക്സിൻ്റെ വാല്യൂ 6, വൈയുടെ വാല്യൂ 4, ഓപ്ഷൻ സി. നെക്സ്റ്റ് നോക്കിക്കേ, 2 മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 വെറൈറ്റി ഉണ്ട്. മിക്സ് ചെയ്ത റേഷ്യോയാണ് 3:5. ഒന്നാമത്തതിൻ്റെ വില 40 കിലോ per kg, രണ്ടാമത്തതിൻ്റെ വില 60 per kg. മിക്സ് ചെയ്തതിൻ്റെ എനിക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർ മിക്സ് ചെയ്ത റേഷ്യോയാണ് 3:5. ഓക്കെ ആണല്ലോ? അപ്പോൾ എങ്ങനെ വരും? 40 x 60. എക്സ് എന്തായാലും 40ൻ്റെ 60ൻ്റെ ഇടയിൽ കിടക്കുന്ന നമ്പർ ആയിരിക്കും, അതായത് 40നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ x - 40 / 60 - x which is equal to 5 / 3. 3x - 120 = 300 - 5x. അതായത് 8x is equal to എത്രയെന്ന് വരും? 300, 120, 420 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് വരും? 420 / 8. 4 വെച്ച് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അടിയിൽ 2 എന്ന് വരും, ഇവിടെ 105 എന്ന് വരും. 105ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 52.5. ഓപ്ഷൻ എ
52.5 ആയിരിക്കും മിക്സ്ചറിൻ്റെ വില. നെക്സ്റ്റ് നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ 5 cos θ പ്ലസ് 12 sin θ, വൈയുടെ വാല്യൂ 5 sin θ മൈനസ് 12 cos θ, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ കണ്ടുപിടിക്കണം. തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക, തീറ്റയ്ക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക, തീറ്റയ്ക്ക് 0 എന്നിട്ട് കൊടുത്തോ. അപ്പോൾ എന്തെന്ന് വരും, എക്സിൻ്റെ വാല്യൂ പുട്ട് തീറ്റ = 0 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 എന്ന് വരും അല്ലേ, പ്ലസ് 12 sin 0 0 അപ്പോൾ അത് പോയി. ഇനി വൈയുടെ വാല്യൂ എന്തെന്ന് വരും, sin 0 ക്യാൻസൽ ആവും, മൈനസ് 12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്തെന്ന് വരും, 5ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 എന്ന് വരും. 13ൻ്റെ സ്ക്വയർ 169 എന്ന് വരും. ഇതാണ് ചെയ്യാനുള്ള നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ട് ഇതിൻ്റെ പുറകിൽ, ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴേലും ക്വസ്റ്റ്യനിൽ എന്താണ് എക്സ് = ഇത്ര എന്ന് പറഞ്ഞിട്ട്, അതായത് എക്സ് = a cos θ പ്ലസ് b sin θ എന്ന് തന്നിട്ട് വേറൊരു വാല്യൂ y മാറും, സൈനും മാറും, സൈനും കോസും മാറും, അതായത് a sin θ മൈനസ് b cos θ ഇങ്ങനെ എപ്പോഴേലും തരുവാണെങ്കിൽ, എന്നിട്ട് നിങ്ങളോട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ ആയിരിക്കും. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇത് എഴുതി വെക്കണം, പഠിക്കണം. ഇത് വെച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റി, അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. എയും ബിയും എന്താ ഏതെങ്കിലുമൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ എയും ബിയും എന്താ, എ 5ഉം ബി 12ഉം എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ പ്രകാരം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കണം. എയുടെ വാല്യൂ 5 ആണ്, 5 സ്ക്വയർ പ്ലസ് ബിയുടെ വാല്യൂ 12 ആണ്. അപ്പോഴും എത്രയെന്ന് വരും, 169 എന്ന് വരും. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ്, ഒരു കാറിന് 15 hours സമയം എടുത്തിട്ട് 80 km/h സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ജേർണി കംപ്ലീറ്റ് ആക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് 12 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ എത്ര സ്പീഡ് കൂട്ടണം, എത്ര സ്പീഡിൽ ഓടിക്കണം എന്നല്ല, എത്ര സ്പീഡ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂട്ടണം. അപ്പോൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഡിസ്റ്റൻസ് സെയിം ആക്കുക. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, സ്പീഡ് ഇൻറ്റു ടൈമാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേതിൽ 15 മണിക്കൂർ കൊണ്ട് 80 km/h സ്പീഡിൽ പോകുന്നു. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇനി അടുത്ത കണ്ടീഷൻ, 12 മണിക്കൂർ കൊണ്ട് എത്ര സ്പീഡെന്ന് എനിക്കറിയില്ല, എക്സ് എന്ന് ഞാൻ എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് വരും, 3 വെച്ച് ക്യാൻസൽ ചെയ്യുക, 4 5 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം 20. അതായത് എക്സിൻ്റെ വാല്യൂ 100 km/h എന്ന് കിട്ടി. 100 അല്ല ആൻസർ, നമ്മളോട് ചോദിച്ചത് എത്ര കൂട്ടണമെന്നാണ്. ഇപ്പോൾ ഓൾറെഡി 80 km/h സ്പീഡ്, ഇനി എത്രയിൽ ഓടിച്ചാലേ അതേ ഡിസ്റ്റൻസ് 12 കവർ ചെയ്യാൻ പറ്റുക, 100 km/h സ്പീഡിൽ. അതായത് 100 - 80 20 km/h ഇനിയും ഞാൻ സ്പീഡ് കൂട്ടണം. അല്ലെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ക്വസ്റ്റ്യൻ. ഇനി നോക്കിക്കേ, 27ാമത്തെ, എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ബിക്കംസ് 7/5 ടൈംസ് ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻ 5 years. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ പൈസ 9/5 ടൈംസ് ഓഫ് പ്രിൻസിപ്പൽ ആവാൻ വേണ്ടി എത്ര സമയം എടുക്കും, ഇത്രയേ ഉള്ളൂ. അതായത് ഈ 7/5 ടൈംസ് ഓഫ് ദ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ എമൗണ്ട് ബൈ പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ അല്ലേ ഈ 7/5 എന്ന് പറയുന്നത്. അതായത് 5 ആയിരുന്നു പ്രിൻസിപ്പൾ എങ്കിൽ ഇപ്പോൾ എമൗണ്ട് 7 യൂണിറ്റ് ആണ്. അതായത് എനിക്കവിടെ 2 യൂണിറ്റ് SI കയറിയിട്ടുണ്ട്. ആ 2 യൂണിറ്റ് SI കയറാൻ വേണ്ടി എനിക്ക് 5 വർഷം എടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എമൗണ്ട് ബൈ പി 9/5 ആയിരിക്കണം. 9/5 ആവാന്ന് പറഞ്ഞാൽ 5 ആണ് പ്രിൻസിപ്പൾ എങ്കിൽ 9 യൂണിറ്റ് എമൗണ്ട് ആവണം. അതായത് അവിടെ 4 യൂണിറ്റ് SI കൂടാൻ എത്ര സമയം എടുക്കും. അപ്പോൾ 2 SI കയറാൻ 5 വർഷം എടുക്കുമെങ്കിൽ അതിൻ്റെ ഇരട്ടി 4 SI കയറാൻ എത്ര വർഷം എടുക്കും, 10 വർഷം എടുക്കും അല്ലേ. ഓപ്ഷൻ ബി 10 years. നെക്സ്റ്റ് നോക്കി 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ABC ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാം, റൈറ്റ് ആംഗിൾ അറ്റ് ബി. അപ്പോൾ ABC ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യിലൊരു പോയിന്റ് ആണ്. ഡി ഈസ് എ പോയിന്റ് ഓൺ AC. ഓക്കെ, ഇതെന്താ പറയുന്നത്, ADയുടെ വാല്യൂ 10 cm ആണ്, CD-യുടെ വാല്യൂ 24 cm ആണ്. BD ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്തിനെ, ABCനെ. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ആംഗിളും തീറ്റ. അതായത് ഇപ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 45 ആണെങ്കിൽ അതും 45, അത്രേ ഉള്ളൂ. അതായത് ആംഗിൾ ബൈസെക്ടറാണ് BD, അത്രേ ഉള്ളൂ. ആണെങ്കിൽ ABCയുടെ പെരിമീറ്റർ ആണ് ചോദിക്കണേ. ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ABയും BCയും ഒക്കെ വേണം. അപ്പോൾ ഇത് ചെയ്യുന്നത് നോക്കുക. ബൈസെക്ടർ ആണെങ്കിൽ ആംഗിൾ ബൈസെക്ടർ തീറും എന്താ, ആ ആംഗിൾ ഫോം ചെയ്യാൻ വേണ്ടി ഉണ്ടായ 2 സൈഡുകളുടെ റേഷ്യോ തന്നെയായിരിക്കും ആ ബൈസെക്ടർ മൂന്നാമത്തെ വശത്തിനെ പോയി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും. അതായത് ഈ BD എന്ന് പറയുന്നതാണ് ആംഗിൾ ബൈസെക്ടർ. അപ്പം BC/AB, ആ ആംഗിൾ ഫോം ചെയ്തത് BC/AB ആണ്. അപ്പോൾ BC/AB വിച്ച് ഈസ് ഈക്വൽ ടു അതേ റേഷ്യോയിലായിരിക്കും മറ്റേതും.
അത് പോയിട്ട് മറ്റേ മൂന്നാമത്തെ വശം എ സിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോ 24:10. അതായത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, 12/5 എന്ന് കിട്ടും. ബി സി ബൈ എ ബി ആണ്. അപ്പോൾ ബി സി 12x ആണെങ്കിൽ എ ബി എന്തായിരിക്കും? 5x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 12, 5, 13. ഇത് നമ്മുടെ ട്രിപ്ലറ്റ് ആണ് അല്ലേ? ബേസും ഹൈപ്പോട്ടനസും 12, 5 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 13 ആയിരിക്കും. 13x ആയിരിക്കണമല്ലോ അതിൻ്റെ ഹൈപ്പോട്ടനസ്. ആ 13xൻ്റെ വാല്യൂ എനിക്ക് അറിയാമല്ലോ. 13x ഹൈപ്പോട്ടനസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 10, 24 കൂടി കൂട്ടുമ്പോൾ 34 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 34/13 ആണ്. എക്സിൻ്റെ വാല്യൂ 13 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്താ കേസ്? പെരിമീറ്റർ എ ബിയും ബി സിയും എ സിയും കൂടി കൂട്ടണം. പെരിമീറ്റർ = AB പ്ലസ് എല്ലാം കൂടി കൂട്ടുമ്പം എന്തെന്ന് വരും? 12x പ്ലസ് 5x പ്ലസ് മറ്റേ വശം എന്താ? ഹൈപ്പോട്ടനസ് 34 ആണ് അല്ലേ? 34. അതായത് 17x പ്ലസ് 34 ആണ് എൻ്റെ എന്ത്? പെരിമീറ്റർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എനിക്കറിയാം. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാം. 17x എന്ന് പറയുമ്പോൾ 34/13 പ്ലസ് 34. ഇത് ചെയ്താൽ മതി, നിങ്ങളുടെ ആൻസർ കിട്ടും. അപ്പോൾ 17 × 34 എന്ന് പറയുമ്പോൾ എത്ര വരും? 578. 578 ഡിവൈഡഡ് ബൈ 13 പ്ലസ് 34 എന്ന് വരും. 578 എന്ന് പറയുമ്പോൾ 13, 4, 52 എന്ന് വന്നു. 52 എന്ന് വന്നു, 58 എന്ന് വന്നു. എഗെയിൻ 4 തന്നെ വരും. അതായത് പ്ലസ് 52 ബാക്കി ഒരു 6/13 വരും. പ്ലസ് 34, അതായത് 34, 44 കൂടി കൂട്ടുമ്പോൾ 78, 6/13. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ദിവസം നോക്കിക്കുക, 29th ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കയ്യിൽ 2 ബാഗ് ഉണ്ട്. അതിൽ ബാഗ് എ, ഒന്നാമത്തെ ബാഗിൽ 6 റെഡ് ബോൾ ഉണ്ട്. നെക്സ്റ്റോ എക്സ് ഗ്രീൻ ബോൾ ഉണ്ട്, 4 യെല്ലോ ബോൾ ഉണ്ട്. ഞാൻ അതിൽ ഒരു ഗ്രീൻ ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ഗ്രീൻ ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? എത്ര ഗ്രീൻ ബോൾ ഉണ്ട്? എക്സ് ഗ്രീൻ ബോൾ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ? 6ഉം എക്സും 4ഉം കൂടി കൂട്ടുമ്പോൾ 6, 4, 10 പ്ലസ് എക്സ് ഉണ്ട്. ഇതാണല്ലോ ഗ്രീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഗ്രീനിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം. ഇതിൻ്റെ വാല്യൂ ആണ് 1/2. അല്ലാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2x = 10 പ്ലസ് എക്സ്, അഥവാ എക്സിൻ്റെ വാല്യൂ = എത്രയെന്ന് വന്നു? 10 എന്ന് എനിക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടി. ഇനി അടുത്ത പറയുന്നത് എന്താ? എൻ്റെ കയ്യിൽ വേറൊരു ബാഗ് ഉണ്ട്, ബാഗ് ബി. അതിൽ x-2 റെഡ് ബോൾ എത്രയാണ്? x-2. എക്സ് 10 ആണ്. 10 - 2 എന്ന് പറയുമ്പോൾ 8 റെഡ് ബോൾ ഉണ്ട്. നെക്സ്റ്റ് ഗ്രീൻ എത്രയുണ്ട്? 10 - 3, 7 ഗ്രീൻ ബോൾ, 5 യെല്ലോ ബോൾ ഉണ്ട്. യെല്ലോ ബോൾ 5. ഇനി എന്താ? 2 ബോൾ ഞാൻ എടുക്കുന്നു. രണ്ടും എന്താവണം? റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 8, 7, 15, 5, 20 ബോൾ ഉണ്ട് ഇവിടെ ടോട്ടൽ. ഓക്കെ, ഞാൻ എന്തെടുക്കണം? രണ്ടും റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ആദ്യത്തെ ബോൾ റെഡ് ആവാനും പ്രോബബിലിറ്റി എന്താ? റെഡ് 8 എണ്ണം ഉണ്ട് ഔട്ട് ഓഫ് എത്രയിൽ? 20 എണ്ണത്തിൽ. ഇനി എന്താ? രണ്ടും എന്നാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ചുള്ള കണ്ടീഷനാണ്. രണ്ടും ആവണം. അപ്പോൾ 1 8/20. ഇനി അടുത്തത് 8 എണ്ണത്തിൽ നിന്ന് ഞാൻ ഒരു റെഡ് എടുത്തു കഴിഞ്ഞാൽ ഇനി എത്ര റെഡ് ബാക്കിയുണ്ട്? 7 റെഡ് ബാക്കിയുണ്ട്. എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ ബോൾ? 20 ബോളിൽ ഒരു ബോൾ ഞാൻ എടുത്തു കഴിഞ്ഞു, ഒരു റെഡ് ബോൾ എടുത്തു കഴിഞ്ഞു. ബാക്കി 19 എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ 4 വെച്ച് ക്യാൻസൽ ചെയ്യുക. 2, 5, 2 × 7 14/95. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് 30 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ഡാറ്റ തന്നിട്ടുണ്ട്. അതിന് ഞാൻ ആ ഓരോ നമ്പറിനെയും ആദ്യം 1 ഡിക്രീസ് ചെയ്തിട്ട് പിന്നെ കിട്ടിയ വാല്യൂസിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന സെറ്റ് ഓഫ് ഡാറ്റയുടെ മീഡിയനാണ് ചോദിക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും മീഡിയനിലും ആ ചേഞ്ച് വരും, മീനിലും ആ ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആദ്യം തന്നെ മീഡിയൻ കണ്ടുപിടിച്ചിട്ട് ആ മീഡിയനെ മാത്രം ഇത് ചെയ്താൽ മതി. എല്ലാ നമ്പറിനെയും ഇരുന്ന് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 2, 3, 5, 6, 7 എന്ന് വരും. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് കിടക്കുന്ന നമ്പർ, 5ാമത്തെ നമ്പർ. അപ്പോൾ മീഡിയൻ നമ്മുടെ 5ആണ്. ഇനി ഈ 5നെ നിങ്ങളിത് ചെയ്താൽ മതി. ഓരോ ഒബ്സർവേഷനും ഇരുന്ന് ചെയ്യണം എന്നില്ല. മീഡിയനിൽ ആ ചേഞ്ച് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ മീഡിയനിൽ വരുന്ന ചേഞ്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഡിക്രീസ്ഡ് ബൈ 1, 5നെ 1 കുറയ്ക്കുമ്പോൾ 4 എന്ന് കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യണം? 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 16 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ നിങ്ങൾ ചെയ്ത് നോക്ക്. ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഓരോന്നിനെയും നിങ്ങൾ ആദ്യം 1 കുറയ്ക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ 2ൽ നിന്ന് 1 പോയ 1, 3ൽ നിന്ന് 1 പോയ 2, 5ൽ നിന്ന് 1 പോയ 4, 6ൽ നിന്ന് 1 പോയ 5, 7ൽ നിന്ന് 1 പോയ 6. ഇനി ഓരോന്നിനെയും നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? 1 × 4 4, 2 × 4 8,
4 × 4 16, 5 × 4 20, 6 × 4 24. ഇനി നിങ്ങൾ മീഡിയൻ കണ്ടുപിടിക്കുക. മീഡിയൻ എന്താ? നടുക്ക് കിടക്കുന്ന നമ്പർ. അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. നടുക്ക് കിടക്കുന്ന നമ്പർ 16. അപ്പോഴും ആൻസർ 16. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഓരോന്നിനും മൾട്ടിപ്ലൈ ആണ്. ഇതിപ്പോൾ ചെറിയ ഡാറ്റ ആയിരുന്നു, 5 സെറ്റ് ഡാറ്റ. ഒരു 10-12 നമ്പറുള്ള ഡാറ്റ ആണെങ്കിൽ ഇരുന്ന് ചെയ്യാൻ നമുക്ക് സമയം പോകും. സോ ബെറ്റർ എന്താണ്? ആദ്യമേ മീഡിയൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ മീഡിയനിൽ മാത്രം നിങ്ങൾ ആ പറഞ്ഞ സംഭവം ചെയ്താൽ മതി. അപ്പോൾ ഓപ്ഷൻ സി നമ്മുടെ 16 ആൻസർ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ഒലിവ് ബോർഡിൻ്റെ CHS അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെയും പരമാവധി സാറിൻ്റെയൊക്കെ നമുക്ക് ലൈവ് മോക്കുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. CHSL മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇപ്പോൾ CHSL മെയിൻസ് ഇപ്പോൾ എക്സാം ആയി, ഇപ്പോൾ എഴുതുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക, പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.